എന്താടാ എന്താ എന്താടാ എന്താ പോടാ 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 പിന്നെ വെറുതെ നടന്നു എന്നെ പോടാന്ന് വിളിക്കണേ. കൺഗ്രാജുലേഷൻ. സത്യം പറയല്ലോ, ഇപ്പോഴാണ് ഞാൻ ഇത്ര നല്ല പൗരുഷമുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടത്. എത്ര നേരം ഞാൻ ഇവിടെ ഒരു പൗരുഷമുള്ള ചെറുപ്പക്കാരൻ ഞാൻ കണ്ടില്ല. എനിക്കൊരു മോളുണ്ടെങ്കിൽ ഞാൻ മോനെ കെട്ടിച്ചു തരുള്ളൂ, സത്യമായിട്ടും. എന്തൊരു പൗരുഷം ഇത്. ഞാനേ ഒരു ഓട്ടോഷ അങ്ങോട്ട് പോട്ടണ്ടേ, അങ്ങോട്ട് ഒരു ഓട്ടോ പോട്ടുണ്ട്, അപ്പൊ അത് നോക്കിക്കേ. അത് എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൂടി അവർ ഓട്ടോ കയറ്റിട്ടാണ് അങ്ങോട്ട് പോയത്. ഞാൻ വിളിച്ചിട്ട് പോലും നിന്നില്ല. അവനെ പിടിക്കാൻ വേണ്ടിയാ നിക്കേ. നമുക്ക് അങ്ങോട്ട് പോകാന്നേ. അല്ലാതെ എന്റെ കൂട്ടത്തിലൊന്നും നിക്കോ അങ്ങനെ എനിക്കൊരു ഇതുണ്ടാവും. മോനൊന്നും നിന്നല്ല വേണ്ട പോലെ നമുക്ക് എന്താ വെച്ചാൽ കുറവുണ്ട്. അല്ല അങ്ങനെയല്ല, നമ്മൾ ഒരു പൗരുഷമുള്ള ഒരാൾ വേണം, അതാണ്. ഇത്രയും പൗരുഷം ആർക്കും ഞാൻ കണ്ടല്ല. നിർത്തറ വണ്ടി നിർത്തറ. ഈ വണ്ടി ഓട്ടത്തില്ല, വേറെ വണ്ടി വിളിച്ചു. എന്താ ഞാൻ വണ്ടിന്ന് ഇറങ്ങിയ നീ നീ ആരുടെ ഇവിടെ നോക്കി വണ്ടി ഓടിക്കണം? ഞാൻ റോഡിൽ കൂടെ നോക്കി വണ്ടി ഓടിക്കും. റോട്ടിൽ കൂടെ നോക്കി തന്നെയാണ് നീ വണ്ടി ഓടിക്കണത്? എന്താ കാര്യം പറ. എടാ നീ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് വണ്ടി പുറകോട്ട് എടുത്താ? ആ സമയത്ത് എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൂടിയാ വണ്ടി കയറി പോയത്. പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ചാ? ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച്. എന്താണ് ചേട്ടൻ പറയുന്നത്? എടാ നീ വണ്ടി പുറകോട്ട് എടുത്തോ? നീ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച്? ചേട്ടാ ഞാൻ വണ്ടി പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് പുറകോട്ട് എടുത്താ? ആ സമയത്ത് ഇങ്ങനെ കയറി ഇറങ്ങാനായിട്ട് ഫീൽ ചെയ്ത എനക്ക്? കയറി ഇറങ്ങാനായിട്ട് ഫീൽ ചെയ്താ? അത് ഹമ്പ് ചാടിയതാണ്. എന്റെ കൊച്ചിന്റെ നെഞ്ചത്ത് കൂടി കയറ്റിക്കൊണ്ടുപോയിട്ട് ഹമ്പ് ചാടിയതാണെന്നാ. ഞാൻ ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് വണ്ടി പുറകോട്ട് എടുത്ത്, അപ്പൊ ഒരു കൊച്ചുകുട്ടി ബാക്കിൽ നിൽപ്പുണ്ടാകുന്ന നിക്കറായിട്ട് ഞാൻ ചോദിച്ചു മോനെ കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല മാമ പൊക്കോന്ന് പറഞ്ഞു. അവന് ഒരു കുഴപ്പമില്ല, ഞാൻ ഒരു നാരങ്ങ മുട്ടായി മേടിച്ചു കൊടുത്തല്ലേ അവനെ പറഞ്ഞു വിട്ടത്. കാര്യം അതെ ഓട്ടം പോകട്ടെ. അതെ അവിടെ നിൽക്ക, അങ്ങനല്ലല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ട് പോയാൽ മതി. എന്റെ കൊച്ചു ഹോസ്പിറ്റലിൽ കിടക്കണം, നിന്റെ ഓട്ടോറിക്ഷ വലിഞ്ഞു കയറി എന്റെ മൂളി അറിയോ? വെറുതെ ആവശ്യമില്ലായ്മ പറയരുത്. താൻ എന്ത് വർത്താനോ നീ പറഞ്ഞത് അറിയോ? എടാ ഹോസ്പിറ്റലിൽ കൊച്ചു കിടക്കണം, അവന് 20,000 രൂപ ചെലവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വണ്ടി പുറകോട്ട് എടുത്തപ്പോ കൊച്ചിന്റെ നിക്കറായിട്ടൊന്ന് ടച്ച് ചെയ്തോളൂ, വേറെ ഒരു പ്രശ്നമില്ല. ടച്ച് ചെയ്തിട്ടാണ് ഇപ്പൊ അവൻ ആശുപത്രി കിടത്തേക്കണേ. താൻ വലിയ വർത്താനം പറയണ്ട. നിക്കറ് ടച്ച് ചെയ്തല്ല, അവന്റെ നെഞ്ചത്ത് കൂടിയാണ് ഓട്ടോറിക്ഷ കയറി പോയത്. അവന് 10 ദിവസം ബ്രെഡ് റോസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കണ അറിയോ? ബ്രെഡ് റോസ്റ്റ്? ചേട്ടാ ബ്രെഡ് റോസ്റ്റ് അല്ല, ബെഡ് റെസ്റ്റ്. എന്തായാലും അത് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. അതിന് വേണ്ടി കുറച്ച് കാശിന്റെ ചെലവുണ്ട്, അത് നീ തന്നിട്ടേ പോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നിന്നെ ഞാൻ വിടുമില്ല. നീ അതോർത്തിരിക്കും. 100 നിന്റെ അച്ഛനും കൂടെ കൊടുത്താൽ മതി. ചേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ എവിടെ എന്ത് കാണിച്ചാലും ഓട്ടോറിക്ഷക്കാരുടെ നെഞ്ചത്ത് കയറണം. ഓട്ടോ എവിടെ എന്തോ അല്ല, ഈ ഓട്ടോ ഇത് തന്നെ അപ്പി, ഇത് തന്നെ ആ എന്തോ ആയാലും ഈ ഓട്ടോ തന്നെ കയറുന്നത് ഞാൻ കണ്ടേക്കണേ. പെർമിറ്റ് ഉണ്ടാകുന്ന നോക്കി. പെർമിറ്റ്? അതെ പെർമിറ്റ് ഉണ്ട് വണ്ടിക്ക്. ആ പെർമിറ്റ് ഉണ്ട്. എത്ര ലിറ്റർ വെള്ളം കിട്ടും? എന്താണ് ബുക്കും പേപ്പറും ഉണ്ടാകുന്ന നോക്കി. ബുക്കും പേപ്പറും ഉണ്ടാ? ബുക്കും പേപ്പറും ഇല്ല, വെല്ലും ബ്രേക്കും ഉണ്ട്. ആ വെല്ലും ബ്രേക്കും ഉണ്ട്. അതന്നെ വലിയ കാര്യം അല്ലേ? നീ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. കൊച്ചിന് 20,000 രൂപയുടെ ചെലവുണ്ട്, നീ അത് തന്നിട്ട് പോയാൽ മതി, ഇല്ല നിന്നെ ഞാൻ വിടില്ല. ഞാൻ വേറെ ഓട്ടോ വിളിച്ചു. ഇതിനൊരു സാക്ഷി വേണമല്ലോ. സാക്ഷി വേണം. അത് തല്ലിപ്പൊളിക്കല്ലേ? ഞാൻ വേറെ ഓട്ടോ വിളിച്ച് പൊക്കോളാം. പൈറ്റിപ്പഴുപ്പാണ്, തല്ലിപ്പൊളിക്കല്ലേ? പൈറ്റിപ്പഴുപ്പാണെങ്കിൽ നീ ഇപ്പൊ ഒരു ഡോക്ടറെ കാണും, പഴുപ്പ് മാറ്റാതെ. നീ അത് നീ കൂടുതൽ വർത്താനം പറയരുത്. കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിന്നെ ഇവിടുന്ന് വിടില്ല. ഇതെന്താണിത്? പിച്ചക്കാശ് ചോദിച്ചാലേ അഡ്ജസ്റ്റ് ചെയ്യട്ടെ, അവനോട് കുഴപ്പമൊന്നുമില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. കാശ് വെക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല കേട്ടോ സുഹൃത്തെ, നടക്കൂല. 100 രൂപ 20,000 രൂപ കുറഞ്ഞ കളിയില്ല. കൊച്ചിന്റെ ദേഹത്തേക്ക് മാത്രമല്ല മുട്ട, കൊച്ചിന്റെ നെഞ്ചത്ത് കൂടെ കയറി പോയത് അറിയാമോ? ഞാൻ മലയാള ഭാഷയിലെ കുറെ കാര്യങ്ങൾ കളിക്കണ്ട. കടന്നൽ കൂടെ ഇളകണ പോലെ ഓട്ടോറിക്ഷക്കാർ കൂടി കഴിഞ്ഞാൽ എന്ത് ഇപ്പൊ ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അറിയാമോ? എടാ ഈ ഒരൊറ്റ പ്രശ്നം കാരണം എന്റെ ഭാര്യ ഒരു പണിക്ക് പോയിട്ടില്ല അറിയാമോ? ഭാര്യ പണിക്ക് പോയി? ഭാര്യ ഒരു പണിക്ക് പോയിട്ടില്ല. അവള് കുത്തി എന്റെ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കും. കൊച്ചിന് ഇത് എന്ത് പറ്റിയെന്നാ പറയണ? നമുക്ക് കൊച്ചിന് പോഷകമില്ല. പോഷകക്കുറവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. വണ്ടി ഇടിച്ചതിന് ശേഷം പോഷകക്കുറവുണ്ട്, നല്ല പോഷകമുള്ള ആഹാരം മേടിച്ചു കൊടുക്കണം. മറ്റേ ഹോർലിക്സ്, ബോൺവിറ്റ, കോംപ്ലാൻ, കുങ്കുമ, പൂതൊക്കെ ഇട്ടിന് ഒരു പാല് കൊടുക്കണില്ല കൊച്ചിന്. എന്തൊരു കഷ്ടാണെന്ന് കേൾക്കണേ. പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വണ്ടി ബാക്കിലെടുത്ത് കൊച്ചിനെ നിക്കറിട്ട് മുട്ടിയപ്പോ അവന്റെ പോഷകം എല്ലാം കൂടെ അവിടെ ഇറങ്ങി പോയോ? അല്ല പിന്നെ അവനെ പോടാ പറഞ്ഞു. നീ ആരെയാ പേടിപ്പിക്കണ? നീ നമ്മളെ പേടിപ്പിക്കണേ, നമ്മളോട് കളി അല്ല. പിന്നെ അറിയോ എന്റെ മോനിങ്ങോട്ട് വരൂ.
ഈ ഓട്ടോറിക്ഷ മാമന്മാരെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാമോടാ? എനിക്കറിയാം ഞാൻ ആരാ. ഏരിയ നിന്നെ കണ്ടുപോരുന്നു. തനിക്ക് എന്താ വേണ്ട? 100 രൂപ കാശ് വേണോ? ഇല്ല. വേണോ? വേണ്ട. വേണ്ടല്ലോ. എനിക്ക് 4000 രൂപ വേണം. 4000 രൂപ? ആ 4000 രൂപ നിനക്ക് വേണോടാ? എനിക്ക് 4000. എന്റെ പെണ്ണുമ്പിള്ള പണിക്ക് പോകണില്ല, അറിയാമോ? പെണ്ണുമ്പിള്ളമായിട്ട് എന്റെ കുടുംബം കഴിച്ചിരുന്നത്. മിണ്ടി പോരുത്. നിന്റെ നഷ്ടദാരിദ്ര്യം പറച്ചില് കാരണം ഒരു 200 രൂപ കാശ് തരാൻ വേണോ? 200 രൂപ കാശ് നടക്കൂല. വേണ്ടേ? ഒരു 3500 3500 രൂപ. എടാ കൊച്ചിന്റെ നിക്കറേറ്റ് മുട്ടിയപ്പോ ഈ 3500 രൂപയ്ക്ക് എന്താണ് അവന് 3500 കുറഞ്ഞുള്ളൊരു കളിയില്ല. 3500 തരാതെ ഞാൻ ഇവിടുന്ന് വിടില്ല. സത്യം, എന്റെ നെഞ്ചത്ത് കൂടെ ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. കൂടുതൽ വർത്താനം പറയരുത്. ഇനി എന്റെ അവസ്ഥ ഒന്ന് ചേട്ടൻ മനസ്സിലാക്കും. ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വേണം അരി മേടിക്കാൻ. നമ്മൾ വലിയ സെറ്റപ്പുള്ള വീട്ടിലൊന്നും അല്ല. അതുപോലെ തന്നെയാണ് എന്റെ അവസ്ഥ. ഞാനൊരു പണിക്ക് പോകണില്ല. എന്റെ പെണ്ണുമ്പിള്ള പണിക്ക് പോയിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കറിയോ? എന്റെ പെണ്ണുമ്പിള്ളക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടണമെന്നറിയോ? ആ കാശെങ്കിലും തന്നുകൂടെ നിനക്ക്? ഒരു ദിവസം എന്റെ പെണ്ണുമ്പിള്ളക്ക് 2000 രൂപ കിട്ടുമറിയോ? ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ കാശെങ്കിലും എനിക്ക് തന്നെ. എന്റെ പെണ്ണുമ്പിള്ളക്ക് 2000 രൂപ കിട്ടുമെങ്കിൽ ആകാശ് ഞാൻ താനത് പറഞ്ഞു. എന്റെ ഭാര്യ അമ്മണി പണിക്ക് പോയി കിട്ടുന്ന 10-2000 രൂപയാണോ ഞാൻ ജീവിക്കണത്? എന്റെ ഭാര്യ അമ്മണി പണിക്ക് പോയി കിട്ടുന്ന കാശ് കൊണ്ട് 2000 രൂപ കിട്ടും ഒരു ദിവസം. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കണം. എന്റെ ഭാര്യ അമ്മണി പണിക്ക് പോയാൽ 2000 രൂപ കിട്ടുമെന്ന്? അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ അമ്മണി എന്ന് പറയണത് എന്റെ ഭാര്യ അല്ല? അതെ, നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിൽ താമസിക്കണ അമ്മണിയാണ്. അമ്മണി എന്റെ ഭാര്യ. അതന്നെ 2000 കിട്ടും ഒരു ദിവസം പണിക്ക് പോയാൽ. പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിൽ താമസിക്കുന്ന അമ്മണിയുടെ കെട്ടിയവനാണല്ലേ? 2000 രൂപ കിട്ടും അമ്മണിക്ക് ഒരു ദിവസം പണിക്ക് പോയാൽ. എന്റെ പൊന്നി ചേട്ടാ, അമ്മണിക്ക് ഒരു ദിവസം 2000 രൂപയൊന്നും ഇല്ല. പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏത് ചെറുപ്പക്കാരോട് വേണം ചോദിച്ചോ, അമ്മണിക്ക് ഒരു ദിവസം 200 രൂപയേ ഉള്ളു.